ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ക്വാറൻറ്റൈൻ ആയിട്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ക്വാറൻറ്റൈൻ ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്കൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡേറ്റ്സ് അച്ചാറാണ്. ചതച്ചുണ്ടാക്കുന്ന അച്ചാറിനെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലയൺ ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ഉണ്ട് ഇത്. അപ്പോൾ ഈ ഡേറ്റ്സ് നമുക്ക് എടുത്തിട്ട് എങ്ങനെ അച്ചാർ ചതച്ചുണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓൾറെഡി ഇതിനകത്തൊരു എന്ത് സാധനമായാലും നമ്മൾ കഴുകിയെടുക്കുന്നതാണ് ഇപ്പോൾ സേഫ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇതിനകത്ത് ചെറിയ പശപ്പുണ്ട്, അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തു. ഇനി അതിൻ്റെ ഞെട്ടിലുള്ള ആ ഞെടുമ്പ് നമുക്കൊന്ന് കളഞ്ഞിട്ട് അതുപോലെ ഇതിനകത്ത് കുരുവുണ്ട്, ആ കുരു നമുക്ക് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അച്ചാറിൽ നമുക്ക് ചതയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ കുരു മാറ്റിയെടുത്ത് ഇതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്കെല്ലാം മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റി വെച്ചേക്കുന്നതിനെ നമുക്ക് റെഡിയാക്കി എടുക്കണം അച്ചാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ ആദ്യം തന്നെ വെക്കാം. ആദ്യം നമുക്ക് പാൻ വെക്കുമ്പം ഫുൾ ഫ്ലെയിമിൽ നമുക്ക് പാൻ വെക്കാം, എങ്കിലേ ഈ പാൻ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെക്കുന്നത്. അപ്പോൾ പാനിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ പാൻ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ട് വേണം നമുക്ക് പാനിൽ ഓയിൽ ഒഴിക്കാൻ. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു, അതിലേക്ക് കടുകും ഇട്ടിട്ടുണ്ട്. ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം മതി, വേറൊന്നും വേണ്ട. പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾ റെഡിയാക്കി വെക്കുക. കടുക് ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് നമുക്കിടണം. അപ്പോൾ ഇഞ്ചി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി നമുക്കിടാം. എന്നിട്ട് ചെറുതായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഒരു മെറൂൺ കളർ ആകുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. എങ്കിലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ, അതിൻ്റെ ആ സത്ത് ശരിക്കും ഇറങ്ങത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഒരു മെറൂൺ കളർ ആകുന്ന വരെ ഇളക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇതിന് നന്നായിട്ട് വേവാതെ കിടന്നാൽ നമുക്ക് അതിൻ്റെ ഒരു വല്ലാത്ത ചുവ വരും, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ പൊടിയൊക്കെ നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതാകുമ്പോൾ എളുപ്പം ഇതിലേക്ക് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ആ സമയം കൊണ്ട് ഒന്ന് ശരിക്കും ഒന്ന് മെറൂൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് കുറച്ചിടാം, കാരണം ഇനി നമുക്ക് അത്രയും ചൂട് വേണ്ട. അതുകൊണ്ട് ഞാൻ നല്ലപോലെ കുറച്ചിട്ടിട്ടാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പൊടിയൊക്കെ ഇടുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആ കരിഞ്ഞതിൻ്റെ ആ ഒരു ചുവ വരും. അതുകൊണ്ട് ആണ് കുറച്ചിടണമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യം മല്ലിപ്പൊടി ഇടുന്നത്, കാരണം മല്ലിപ്പൊടി എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം മല്ലിപ്പൊടി ഇട്ട് വറക്കുകയാണ് അതിൻ്റെ ഒപ്പം. കാരണം ആ മല്ലിപ്പൊടിയുടെ ഒരു മണവും ടേസ്റ്റും വരാൻ വേണ്ടിയിട്ടാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ടത്. അതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഞാൻ ഇച്ചിരി ഏറെ ഇടുക, കാരണം എന്താണെന്ന് വെച്ചാൽ ഈന്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എരിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഏറെ മുളക് പൊടി ഇടുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം നന്നായിട്ട്. ഇപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഈ പൊടികളൊക്കെ ഇട്ട് ഇളക്കാവൂ, അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ മതി ഈ പൊടികൾ ഇളക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊരു എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ചാറിന് വേണ്ടിയിട്ട്. ഈ സമയത്തൊക്കെ ചാറിന് വേണ്ടിയിട്ട് എല്ലാവരും വിനാഗിരിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിനാഗിരിക്ക് ഒരു ചെറിയ പുളിപ്പ് വരും വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ വിനാഗിരി യൂസ് ചെയ്യുന്നില്ല. വിനാഗിരി യൂസ് ചെയ്യാതെ ഞാൻ എണ്ണ മാത്രം ഒഴിച്ച് ചാറുണ്ടാക്കുകയാണ്. അപ്പം ഇങ്ങനെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ റെഡിയാക്കി വെച്ച ഈന്തപ്പഴം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം അങ്ങനെ വേണമെങ്കിലും ഇടാം, കൊത്തി എരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിലും ഇടാം. അരിഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും, കാരണം നമുക്ക് ഈന്തപ്പഴം ചതച്ചാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഞാനിത് അങ്ങനെ ഇടുകയാണ്. ഇട്ട് നമുക്ക് ഈ മുളകും മല്ലിയൊക്കെ പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് അതിലേക്ക് പിടിക്കുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ശരിക്കും അതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളിൽ നല്ലപോലെ ചെല്ലണം. അത് തന്നെയല്ല, ഇത് ഞാൻ വേവിക്കാതെ എടുത്ത ഈന്തപ്പഴം നേരെ ഇട്ടതാണ്. അപ്പോൾ ഇതിനൊരു ചെറിയ കട്ടി കാണും. അതുകൊണ്ട് അതൊന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഏകദേശം ഇതിലെല്ലാം ഇങ്ങനെ മുളക് പിടിച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയ തോതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടി നമുക്ക് അതിലേക്ക് എല്ലാം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടെ ഉപ്പും കൂടെ ഇടാം. ഒത്തിരി ഉപ്പിടാൻ പാടില്ല, കുറച്ച് ഉപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ മധുരം ഉപ്പോടെ ഒരു വല്ലാത്ത ചുവയായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി നമുക്ക് അടച്ച് വെക്കാം. കാരണം ആ ഈന്തപ്പഴം ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ച് വെക്കുന്നത്. ഓരോ 2 മിനിറ്റ്സിലും നമുക്ക് അതൊന്ന് ഇളക്കി പൊത്തി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 6 മിനിറ്റോളം നമുക്കത് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഇതിലേക്ക് ഇനിയും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കിച്ചൺ പ്രോമിസസിൻ്റെ കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എങ്കിലേ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ തവി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് എത്തട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പം ഇതൊന്ന് ചതച്ചുകൂടെ കൊടുക്കാം. ഇപ്പം ചതച്ച് കൊടുക്കേണ്ട സമയമാണ്. നമ്മൾ ചതച്ച് വെക്കുകയാണെങ്കിൽ എല്ലാത്തിലും നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ അരിഞ്ഞിടാത്തത് കൊണ്ട് ഈന്തപ്പഴമല്ല ഇങ്ങനെ നന്നായിട്ട് പൊങ്ങിയാണ് കിടക്കുന്നത്. അപ്പം നമുക്കതൊന്ന് ചതച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും ചതഞ്ഞ് കിട്ടും. നമുക്കതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 3 മിനിറ്റിന് ശേഷം വീണ്ടും എടുക്കാം. കാരണം നമ്മൾ ഇതിൽ ചാറ് കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അതുകൊണ്ട് കുറഞ്ഞ ഫ്ലെയിമിലേ നമ്മൾ വെക്കാവൂ. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചതച്ച് കൊടുക്കാം. അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ശരിക്ക് ചതച്ച് കൊടുക്കാം. ചതച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത് ചതച്ചുണ്ടാക്കുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഇതിലെല്ലാം നല്ല ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. എല്ലാ ഭാഗവും ഒന്ന് ചതച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിസ്സാവരുത്, ഒരെണ്ണം പോലും മിസ്സാവാതെ നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കണം. അന്നെങ്കിലേ അതിനകത്തുള്ള എല്ലാ സത്തും ശരിക്കും പിടിക്കുകയുള്ളൂ. ആ മുളകിൻ്റെ ആ കളറാണ്, നല്ല കളറ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ആ ഇട്ടേക്കുന്നതിൻ്റെ മുളകിൻ്റെ ഇതാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം എടുക്കാൻ, കാരണം ഒത്തിരി കരിഞ്ഞു പോകരുതെന്ന്. അപ്പോൾ അതിൻ്റെ ആ നല്ലൊരു കളറ് വന്നിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈന്തപ്പഴം ചതച്ച അച്ചാർ റെഡിയായിട്ടുണ്ട്. നല്ല സൂപ്പർ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.